സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. വിശിഷ്ടാതിഥിയായി മോഹൻലാൽ കൂടി എത്തിയതോടെ ആവേശം അണപൊട്ടി. കലയുടെ മഹാസംഗമം കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് തേക്കിൻകാട് മൈതാനം നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണോ ആ കാഴ്ച കലോത്സവത്തിന്റെ സമാപനത്തിന്റേതു കൂടിയായി. ഉച്ചയോടെ അണമുറിയാത്ത ആളുകൾ സൂര്യകാന്തിയിലേക്ക്. 2 മണിയോടെ തന്നെ മുഴുവൻ സീറ്റുകളും നിറഞ്ഞു. മോഹൻലാൽ ഏത് ഡ്രസ്സായിരിക്കും? അതറിയില്ല. തൃശ്ശൂർക്കാരിയാണ്, പക്ഷേ ഞാൻ US-ലാണ്. പക്ഷേ കലയോടുള്ള പ്രേമം കൊണ്ട് വന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ തൃശ്ശൂരിന് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല, കണ്ണൂർ നേടും എന്ന വാശി തന്നെയാണ്. കനത്ത വെയിലിനെ അവഗണിച്ച് മലയാളത്തിന്റെ ലാലേട്ടനെ കാണാൻ കാത്തുനിന്നു. പൂഴിയിട്ടാൽ നിലത്തെത്താത്ത ജനം. മോഹൻലാൽ വന്നിറങ്ങിയതോടെ ആവേശം പാരമ്യത്തിൽ. കലോത്സവം പങ്കുവെക്കലിന്റെ പാഠം പഠിപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. ലാലേട്ടന് മുത്തുക്കുടയും നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ ശില്പവും ഉപഹാരമായി മന്ത്രി വി ശിവൻകുട്ടി കൈമാറി. പ്രൗഢി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി കലാപ്രതിഭകൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. കലയുടെ കാമ്പും കരുത്തും നിറഞ്ഞു നിന്ന സന്ധ്യ സാക്ഷി. ഇനി അടുത്ത വർഷത്തിലേക്കുള്ള കാത്തിരിപ്പ്. കലോത്സവ നഗരിയിൽ നിന്ന് ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.